ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നത്. നമ്മൾ നാടൻ കോഴി വളർത്തിയാൽ ലാഭമുണ്ടോ, അത് നഷ്ടമല്ലേ, എപ്പോഴും അസുഖം വരൂലേ, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട് കേട്ടോ. പേഴ്സണൽ മെസ്സേജായിട്ടും വരാറുണ്ട്, നേരിട്ട് കാണുമ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ തിരുവനന്തപുരം ആറ്റിങ്ങൽക്ക് പോകാനുള്ള ഒരു ബാച്ച് കുട്ടികളാണ് കേട്ടോ. ഈ നാളത്തെ ശനിയാഴ്ചത്തെ വണ്ടിയിൽ അവർ പോവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നാടൻ കോഴി വളർത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു നേരത്തെ തീറ്റയായിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളൂ. ബാക്കി അവർ ചിക്കിപ്പെറുക്കി നമ്മൾ വാഴൻ്റെ തണ്ട് അങ്ങനെയുള്ള പച്ചിലകൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാറ്. ഒരു നേരം ഞാൻ കൈത്തീറ്റ കൊടുക്കും. അപ്പോൾ ആ കൈത്തീറ്റ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പഴത്തിൻ്റെ തൊലി, വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച പഴത്തിൻ്റെ തൊലി, പപ്പായ, മുരിങ്ങയില, പിന്നെ പച്ചപ്പപ്പായ ഉണ്ട്, ഒരു പഴുത്ത് തുടങ്ങിയൊരു പപ്പായ ഉണ്ട്. അങ്ങനെ അത് നമ്മളെ വീട്ടിലങ്ങനെ കുറേ പപ്പായ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. പിന്നെ പനിക്കൂർക്ക, ആര്യവേപ്പില, അതുപോലെ തന്നെ മൾബറീൻ്റെ ഇല, ഇതെല്ലാം കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് ആണ് ഞാൻ നമ്മളെ തീറ്റയിൽ മിക്സ് ചെയ്തിട്ടാട്ടോ കൊടുക്കാറ്. ഇത് മൾബറീൻ്റെ ഇലയാണ്. ഇത് എല്ലാ ദിവസവും ഒരേ സാധനമല്ല കൊടുക്കാറ്. ഓരോ ദിവസം ഇലകൾ മാറിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പപ്പായയ്ക്ക് പകരം വാഴയുടെ കൂമ്പായിരിക്കും, ഇണ്ണിത്തട്ട പറയും ഞങ്ങളുടെ ഇവിടെ, ആ സാധനമായിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഡിഫറെൻറ്റ് സാധനങ്ങളായിരിക്കും കേട്ടോ കൊടുക്കാറ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ കൊടുക്കുന്ന കോഴികളുടെ മെനു അല്ലെങ്കിൽ കോഴിക്ക് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയണത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പച്ചരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വേവിക്കാൻ. അത് നല്ലോണം കുക്കാവാൻ ഞാൻ നിൽക്കാറില്ല. ഒരു 3/4 ഭാഗം കുക്കാവുമ്പോൾ ഞാൻ അതിലേക്ക് അത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഉലുവ, അതുപോലെ തന്നെ മഞ്ഞൾ, അതുപോലെ തന്നെ പിന്നെ ഒരു സാധനം വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, ഇവ കുത്തി ചതച്ചിട്ട് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിലിടും കേട്ടോ. പിന്നെ അതും വെന്ത് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഇലകൾ, പഴത്തൊലി, പപ്പായ, ആര്യവേപ്പില, പനിക്കൂർക്ക, മൾബറീൻ്റെ ഇല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ കുക്ക് ചെയ്യും. അതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അത്ര സൗകര്യം അല്ലെങ്കിൽ ട്രൈപോഡൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇൻഷാ അള്ളാ നമുക്ക് സെറ്റ് ചെയ്യണം. വീഡിയോ ചാനൽ ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ വെറുതെ വാങ്ങി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അത് കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പോഴത്തെ വീഡിയോ അല്ല കേട്ടോ, ഇപ്പോഴത്തെ നമ്മുടെ ഗ്യാസിൻ്റെ ക്ഷാമം ഉള്ള ഈ സമയത്ത് എടുത്ത വീഡിയോ അല്ല, കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ഇപ്പോഴാണ് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അരി ഒരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ ഞാൻ ഇലകളും എല്ലാ സാധനങ്ങളും അതിലേക്ക് മിക്സ് ചെയ്യും. എന്നിട്ട് ഒരു തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യും. അതാണ് കേട്ടോ, നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ ബാക്കി നമ്മുടെ ഗ്രോവി പ്ലക്സോ, ചില ദിവസം ഗ്രോവി പ്ലക്സ് ആവും, ചില ദിവസം മറ്റേ ലിവർ ടോണിക് ആവും, അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റിൻ്റെ ഒസ്റ്റോവറ്റില്ലേ അത്, അങ്ങനെ ഏതെങ്കിലും ഒരു ഇതും കൂടെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അത് ആഴ്ചയിൽ ഓരോ ദിവസം ഓരോന്നാട്ടോ ചെയ്യാറ്. ഈ ആഴ്ച ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വേറെ ഒന്ന്, അങ്ങനെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഗ്രോവി പ്ലക്സിൻ്റെ ഞാൻ വലിയ ബോട്ടിലാണ്, എൻ്റെ അടുത്ത് 5 ലിറ്ററിൻ്റെ ഒരു കന്നാസ് സാധനമാണ്, ആ ഒരു സാധനമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് വെക്കും. എന്നിട്ട് ഇതും കൂടെ ഞാൻ അതിൽ മിക്സ് ചെയ്യും. ശരിക്കും ഇത് കുടിവെള്ളത്തിൽ കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ താറാവുള്ളത് കാരണം ഈ കോഴികൾക്ക് കുടിക്കാൻ കിട്ടൂല. നമ്മൾ എത്ര സപ്ലിമെൻ്റ് ഒഴിച്ച് കൊടുത്താലും അത് ചിലപ്പോൾ നമ്മൾ വലിയ വട്ടപാത്രത്തിലോ ചെമ്പട്ടിയിലോ ഒഴിച്ച് കൊടുത്താലും അവർ താറാവ് വന്നിട്ട് അതിൽ കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ചെറിയ കുടിക്കണ പാത്രത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരത് കുടിച്ച് തീർക്കുകയും ചെയ്യും, കോഴികൾക്ക് കിട്ടൂല. പിന്നെ ഇതൊക്കെ മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രോവി ഫ്ലെക്സൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ കൊടുക്കുന്നത് മുട്ടത്തീറ്റയാണ്, ലെയർ മാഷാണ് കേട്ടോ. അത് ഞാൻ എത്ര ക്വാണ്ടിറ്റിയിലേ ഞാൻ എടുക്കാറുള്ളൂ. അതായത് എനിക്കൊരു 10-200ഓളം കോഴികളുണ്ട്.
വലിയ കോഴികൾ എന്തായാലും അഡൾട്ട് എന്തായാലും ഒരു 150ഓളം ഉണ്ട്, 100 130 ആ ഒരു റേഞ്ചിൽ ഇപ്പം ഉണ്ട്. ഇതിന് മുന്നേ കുറേ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറേയൊക്കെ സെയിൽ ചെയ്തു. കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് എനിക്ക് ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ സെയിൽ ചെയ്തു. പിന്നെ കുറേ കുഞ്ഞുങ്ങളുണ്ട് ഓരോരോ ബാച്ചായിട്ട്. അപ്പോൾ ഞാൻ മുട്ടത്തീറ്റ അങ്ങനെ കൂടുതൽ കൊടുക്കാറില്ല, കുറച്ച് മാത്രമേ ഇടാറുള്ളൂ. കാരണം എനിക്ക് മുതലാവില്ല അതുകൊണ്ടിട്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യും. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഏകദേശം 1 കിലോൻ്റെ അടുത്താണ് മുട്ടത്തീറ്റ എടുത്തിട്ടുണ്ടാവുക. ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല, കാരണം എൻ്റെ അടുത്ത് ലാസ്റ്റ് പോർഷനായിരുന്നു അത് ഉണ്ടായിരുന്നത്. അത് മൊത്തമായിട്ടായി ഇട്ടിക്കാനും 1/2 കിലോൻ്റെയും 1 കിലോൻ്റെയും ഉള്ളിലായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് അതുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് അതേപോലെ തന്നെ 1 കിലോ തവിടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ചോറും അതിൽ ബാക്കി വെന്ത സമയത്ത് അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഈ തവിടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം അതെല്ലാം ഉണങ്ങി ചൂടാറി വരുമ്പോൾ നല്ല പുട്ടുപൊടി പരുവത്തിലായി വരും കേട്ടോ. അത് ഞാൻ പിന്നെ തണുത്തിട്ട് പിന്നെ കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അതിട്ട് കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ എനിക്ക് ട്രൈപോഡും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വീഡിയോ എടുത്തു തരാനും എനിക്ക് ആളില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ രാവിലെ അവരെ പുറത്തേക്ക് തുറന്നു വിടുന്ന സമയത്ത് ഗോതമ്പാണ് കൊടുക്കാറ്. ആ ഗോതമ്പ് ഇട്ട് കൊടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവരൊക്കെയാണ് കേട്ടോ നമ്മുടെ കോഴികളുടെ പാരൻറ്റ് സ്റ്റോക്ക്. എല്ലാ വെറൈറ്റീസും ഉണ്ട്. നെയ്ക്കണ്ണൊക്കെ ഉണ്ട്, ചാരപ്പുള്ളി ഉണ്ട്, ലേനേജാണ് ഇപ്പോൾ ഇവിടത്തിലുള്ള സിൽവർ ലേനേജ്, ബ്രൗണ്, കോഫി, അങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസും നമ്മളെടുത്തുണ്ട്. പ്യുവർ വൈറ്റ്, ഇത് 60 ടൈപ്പ് പൂവനാണ് സിൽവർ ലൈനിൽ. പിന്നെ അതുപോലെ തന്നെ മറ്റേ 7 കളർ പൂവനുണ്ട്, പ്യുവർ വൈറ്റ് പൂവനുണ്ട്, കാപ്പിരി പൂവനുണ്ട്, അങ്ങനെ നെയ്ക്കണ്ണക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ എല്ലാ വെറൈറ്റീസും നമ്മളെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ബാച്ച് ഇറങ്ങുമ്പോഴും കുഞ്ഞുങ്ങളും എല്ലാ ബാച്ചും കൂടെ എല്ലാ വെറൈറ്റീസും മിക്സ് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇറങ്ങാറ്. ഇത് കുറുങ്ങാലി പെടകളുണ്ട്, അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും നമ്മളെ കയ്യിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയുണ്ട്, ഓറഞ്ച് പുള്ളിയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇത് നമ്മളെ 7 കളർ പൂവിൻ്റെ ഒരു കുഞ്ഞാണ്. പിന്നെ നമ്മളെ കയ്യിലുള്ളത് മണിത്താറാവുണ്ട്, ഒരു 5 പീസ് മണിത്താറാവുണ്ട്. 7 കളർ പൂവൻ എന്താ അവൻ്റെ ഭംഗിയിലെ, മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കാറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിട്ട് അങ്ങനെ കിട്ടൂല. മുട്ടയൊക്കെ നമ്മളോട് കൊത്തുമുട്ടൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സായിട്ടാണ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം ഉള്ളതുകൊണ്ട് മുട്ടയിടുമ്പോൾ ഏതിൻ്റെ മുട്ടയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൂട്ടിൽ ഒരുമിച്ചിടുക. കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പൂവനാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവർക്ക് തീറ്റ കൊടുത്തപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾ കൂട്ടുന്ന എന്താ പറയുക അടി ഉണ്ടാക്കുന്നുണ്ട്, അവർക്കും വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് കൊടുക്കാനെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം ഓൾറെഡി അവർക്ക് മോർണിംഗ് ടൈമിൽ ഞാൻ കൊടുക്കാറുണ്ട്. ഇവരെ തുറന്നു വിടുന്നതിന് മുന്നേ ഞാൻ അവർക്കൊക്കെ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഇവരെ തുറന്നു വിടുള്ളൂ. എന്നാലും ഇവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു കലപ്പിലെ സൗണ്ട് വീണ്ടും ഒരു ആക്രാന്താണ്, രസമാണ്. നല്ല ടൈം പാസ്സാണ്. പിന്നെ അതുപോലെ തന്നെ നാടൻ കോഴി വളർത്തിയാൽ ലാഭമുണ്ടോ എന്ന് ചോദിക്കുന്നത്, എനിക്ക് നല്ല ലാഭമാണ്, കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാ. പിന്നെ നല്ല ടൈം പാസ്സാണ്, മനസ്സിന് നല്ല സന്തോഷമാണ്. പിന്നെ ഒത്തിരി ലാഭമുണ്ടോയെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുമോ ചോദിച്ചാൽ അത്രയൊന്നും പറ്റില്ല. എന്നാലും ഒരു 15-20K ഒക്കെ നമുക്ക് ഇതിന് ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചാണ്. അസുഖങ്ങളൊന്നും വരാതെ കെയർ ചെയ്ത് നല്ല രീതിയിൽ നോക്കി, നല്ല വൃത്തിയുള്ള വെള്ളം, വൃത്തിയുള്ള ഫുഡ്, പഴയ ഫുഡൊന്നും കൊടുക്കാതെ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ലാഭമുള്ള പരിപാടി തന്നെ. അപ്പോൾ ഒരു പരിധിവരെ അസുഖം വരില്ല. പിന്നെ കറക്റ്റ് ഡീവാമിങ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ വിറ്റാമിൻസൊക്കെ അവർക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.